പലർക്കുള്ളൊരു പരാതിയാണ്. സാറേ പൈസ ഇഷ്ടം പോലെ വരുന്നുണ്ട്, പക്ഷെ 1,00,000 രൂപയും കൊണ്ട് ഇന്ന് ഈ വീട്ടിൽ കയറിയാൽ അപ്പോഴും തന്നെ 2,00,000 രൂപയ്ക്കുള്ള വേറൊരു ചെലവ് വരും. ആ പൈസ അപ്പോഴേ പോവും, 1,00,000 രൂപ കടവാകും. അപ്പം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാസ്തു, ഫെങ്ഷുയി അങ്ങനെ 2 മഹത്തായ ശാസ്ത്രങ്ങളുണ്ട്. ഈ 2 ശാസ്ത്രങ്ങളിലും ഈ സമ്പത്തിനെ വർദ്ധിപ്പിക്കാനും ഇതിനെ നിലനിർത്താനുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ചില ദിക്കുകളും അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അതാത് രീതിയിൽ നമ്മളത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ സമ്പത്ത് നിലനിൽക്കാനും അത് വർദ്ധിക്കാനും ഈ ഫെങ്ഷുയിലൂടെ സാധിക്കുന്നതാണ്. അതിൽ നമുക്ക് ഒന്നാമതായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗം, അതായത് പിന്നെ ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, എന്നാലും പലർക്കും വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയുകയാണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് ശിരസ് വെച്ച് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാദം വെച്ച് ഒരു വാസ്തു പുരുഷൻ കിടക്കുന്നു എന്നാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പൊ ശിരസ് ഇരിക്കുന്ന ഭാഗത്താണ് വീട്ടിലേക്കുള്ള ഊർജ്ജം വരുന്നത്. അതുകൊണ്ടൊന്ന് സ്റ്റോർ ചെയ്യുന്നതോ സൗത്ത് വെസ്റ്റ് കോർണറിൽ. അപ്പൊ മറ്റൊരു ഇതിൽ പറയുകയാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ധാരാളം ജനലുകളും വാതിലുകളും കൊടുക്കുക. അവിടെ നിന്ന് ഇഷ്ടം പോലെ എനർജി കടന്നു വരിക. അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യണം. അപ്പൊ വീടിന്റെ ആയാലും വസ്തുവിന്റെ ആയാലും തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂല ഭാഗം, അതായത് സൗത്ത് വെസ്റ്റ് കോർണർ ക്ലോസ് ആയിരിക്കണം, അവിടെ അടച്ചിരിക്കണം. പല വീടുകളിലും മതിൽ കെട്ടുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ മതിൽ കെട്ടിയിട്ടെന്ന് പറഞ്ഞാൽ സ്ക്വയർ ട്യൂബ് ഇട്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ മതിലെന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പോൾ അവിടെ സ്ക്വയർ ട്യൂബ് ഇട്ട് ചെയ്താലും അവിടെ ഒരു എയർ പാസേജ് ആണ് ഉണ്ടാവുന്നത്. അങ്ങനെ അത് വരാൻ പാടില്ല. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, സാറേ ഒരു 2 അടി പൊക്കത്തിലാണ്, ഒരു 3 അടി പൊക്കത്തിലാണ്, യഥാർത്ഥത്തിൽ ഒരു 5 അടി ഹൈറ്റിലെങ്കിലും വരുന്നത്. ഇപ്പൊ നമ്മൾ അടുത്ത സമയത്തായിട്ട് ഒരു കൺസൾട്ട് ചെയ്തപ്പോൾ ഒരു വില്ല പ്രോജക്റ്റ് ആണ്. അപ്പൊ അവർക്ക് അവിടെ മതിൽ കെട്ടാനായിട്ട് പറ്റില്ല, അവർക്ക് അങ്ങനെ കെട്ടാൻ പാടില്ല എന്നാ പറയുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ പോലും നല്ല തിക്നെസ് ആയിട്ടുള്ള പ്ലാന്റുകൾ വെച്ചുകൊണ്ട് ആ ഏരിയ മറിച്ചെടുക്കാം. മതിൽ കെട്ടാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ, പ്ലാന്റ് വെക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ആ പ്ലാന്റ് വെച്ചിട്ടായാലും ശരി തന്നെ സൗത്ത് വെസ്റ്റ് കോർണർ നിങ്ങൾ അടച്ചെടുക്കണം. എന്നാൽ മാത്രമേ പൈസ നിൽക്കത്തുള്ളൂ. ആ ഭാഗത്ത് ഗേറ്റ് വരാനും പാടില്ല, ആ ഭാഗത്ത് കാർ പോർച്ച് വരാൻ പാടില്ല, ആ ഭാഗത്ത് ഒരു സിറ്റ് ഔട്ട് വരാൻ പാടില്ല, ആ ഭാഗത്ത് പ്രധാന ഡോർ വരാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾ വന്നാൽ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ പോകും. വീട് വെക്കുമ്പോൾ വീടിനെ സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ നിങ്ങൾ എടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നഷ്ടപ്പെട്ടു പോയാൽ അവിടെ സമ്പത്ത് നിൽക്കില്ല. ഇനി ഫെങ്ഷുയി പ്രകാരം സമ്പത്ത് വർദ്ധിപ്പിക്കാനും അതിന്റെ കൂടുതൽ നമ്മളിലേക്ക് വരാനുമായിട്ട് ഫെങ്ഷുയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫെങ്ഷുയിൽ സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ദിക്കായിട്ട് ഫെങ്ഷുയിൽ പറയുന്നു, ഏതൊരു വീടിന്റെയും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു ഓഫീസിന്റെയും അല്ലെങ്കിൽ ഏതൊരു റൂമിന്റെയും തെക്ക് കിഴക്കെന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് കോർണറാണ് സമ്പത്തിന്റെ ഡയറക്ഷനായിട്ട് ഫെങ്ഷുയിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് ഫെങ്ഷുയി സിംബൽസുകൾ വെച്ചുകൊണ്ട് ആ സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വീടിന് പുറത്താണെങ്കിൽ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന കോർണർ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അവിടെ നിങ്ങൾക്ക് കിണർ, ബോർവെല്ല് ഇത് രണ്ടും പാടില്ല, സമ്പും പാടില്ല. അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് വാട്ടറിന്റെ കുഴി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തെക്ക് കിഴക്ക് മൂലയിൽ പാടില്ല. സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ പല വീടുകളിലും കണ്ടുവരുന്ന മറ്റൊരു തെറ്റെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റിൽ കൊണ്ടുപോയി പട്ടിക്കൂട് നിർമ്മിക്കുന്നുണ്ട്. ഒരു കാരണവശാലും അവിടെ പാടില്ല. നമ്മുടെ വാസ്തുപ്രകാരം സൗത്ത് ഈസ്റ്റിൽ ലക്ഷ്മി ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ പട്ടിക്കൂട് കൊണ്ടുവയ്ക്കുന്നത് സാമ്പത്തികമായി അത്ര നല്ലൊരു കണ്ടീഷൻ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ സൗത്ത് ഈസ്റ്റ് പാടില്ല. ഇനി സൗത്ത് ഈസ്റ്റിൽ വീടിനകത്തോ പുറത്തോ ഒരു ടോയ്ലറ്റും പാടില്ല. സൗത്ത് ഈസ്റ്റിൽ നമുക്ക് എന്ത് മുറി പണിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല റൂം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റിൽ കിച്ചൺ ആണ്. അപ്പൊ അഗ്നികോണിൽ കിച്ചൺ വെക്കുന്നത് ഏറ്റവും നല്ലൊരു പ്രോസ്പെരിറ്റി ഉള്ള കാര്യമായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പൊ ഫെങ്ഷുയി പ്രകാരം നമുക്ക് ഈ ഏരിയയിൽ ശരിക്കും പ്ലാന്റുകൾ വെക്കാം. ഒരു കാരണവശാലും ടോയ്ലറ്റ് പാടില്ല. വീടിന്റെ സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ അവിടെ മിസ്സിങ്ങും പാടില്ല. ഇനി അവിടെ നമുക്ക് ഫെങ്ഷുയി പ്രകാരം എന്തൊക്കെ ടൂളുകൾ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. ഒന്നെന്ന് പറയുന്നത് അവിടെ നമുക്ക് ഒരു അരോന മത്സ്യത്തിന്റെ സ്റ്റാച്ചു വെക്കാം. ലൈവായിട്ടൊരു അരോന മത്സ്യം അവിടെ വെക്കാനായിട്ട് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഭാരതത്തിന്റെ വാസ്തുപ്രകാരം അത് അഗ്നികോണാണ്. അപ്പോൾ അവിടെ ജലസാന്നിധ്യം പല വീടുകളിലും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് സൗത്ത് ഈസ്റ്റിൽ വെള്ളം വെക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ നിങ്ങൾക്ക് ഫെങ്ഷുയി പ്രകാരം നല്ലൊരു അരോന മത്സ്യത്തിന്റെ സ്റ്റാച്ചു വയ്ക്കാം. അവിടെ വെക്കാൻ പറ്റുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു വെൽത്ത് ഫ്രോഗാണ്. എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു വെൽത്ത് ഫ്രോഗ് ആ കോർണറിൽ ഇരുന്നിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഫ്രോഗിന് നമുക്ക് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം. ഇവിടെ വെക്കാവുന്ന മറ്റൊരു ഫെങ്ഷുയുടെ ടൂൾസ് എന്ന് പറയുന്നത് ഒരു ലാഫിൻ ബുദ്ധ വെക്കാം. ഈ ലാഫിൻ ബുദ്ധയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ
പിന്നെ ചൈനീസ് കോയിൻസിന്റെ ഇൻഗോട്ടിന്റെ മുകളിൽ ഒരു ടോർട്ടോയ്സ് ഇരിക്കുന്നു. ആ ടോർട്ടോയ്സിന്റെ മുകളിൽ ഒരു ലാഫിംഗ് ബുദ്ധ ഇരിക്കുന്നു. ഈ ടോർട്ടോയ്സിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഡ്രാഗന്റെ ഹെഡാണ്. അപ്പൊ ഡ്രാഗൺ ബുദ്ധ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാച്ചു വന്നിട്ട് നമുക്ക് എവിടെ വെക്കാം? സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം. അപ്പൊ ഞാൻ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാവുന്ന ഒരു 3 ടൂളുകളെ പറ്റി പരിചയപ്പെടുത്തി. അതുപോലെ ഈ ഭാഗത്ത് ലക്കി ബാമ്പ് വെക്കാം. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യത്തിനും ഒരു മിതത്വം പാലിക്കണം. ഇപ്പൊ നമുക്കൊരു പനി വന്നെന്നും പറഞ്ഞിട്ട് ഒരേ സമയം നമ്മൾ 5 പാരസെറ്റമോൾ കഴിക്കത്തില്ലല്ലോ എന്ന് പറയുന്ന കണക്ക് ഒരു ഡയറക്ഷനിൽ 1, 2, 3 അതിനപ്പുറത്തോട്ട് ടൂളുകൾ വെക്കേണ്ട, അത് തന്നെ ധാരാളമാണ്. ഇപ്പൊ നിങ്ങളിൽ ഇപ്പോൾ കൂടുതൽ ടൂൾസ് ഇരിക്കുന്നു, സൗത്ത് ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി ടൂൾസ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ലിവിംഗ് റൂമിലും വെക്കാം, ഡൈനിങ് റൂമിലും വെക്കാം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാതെ ഒരു ടൂള് തന്നെ ഒരുപാട് വാങ്ങിച്ചിട്ട് ആ ഒരു ഡയറക്ഷൻസിൽ വെക്കണമെന്ന് ഇല്ല. വീടിന്റെ പല ഡയറക്ഷൻസിലായിട്ട് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് വെക്കാം. ഒരു ഡയറക്ഷനിൽ തന്നെ എല്ലാം കൂടെ കൊണ്ടുപോയി വെക്കേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.